സുജിത് സുരേന്ദ്രൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. കിഴക്കേക്കോട്ടയിൽ നിന്നുള്ള വിവരങ്ങളുമായാണ് സുജിത് സുരേന്ദ്രൻ ചേരുന്നത്. സുജിത്ത്, ഗുഡ് മോർണിംഗ്. വലിയ തിരക്ക് ഈ നഗരവീഥിയിലൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. കിഴക്കേക്കോട്ടയുടെ കാര്യത്തിലൊക്കെ നമുക്കറിയാം, ഇന്നലെ മുതൽ തന്നെ എത്തി പൊങ്കാലയിടാനുള്ള സ്ഥാനമൊക്കെ ഉറപ്പിച്ച് രാത്രി മുഴുവൻ അവിടെ കഴിഞ്ഞ് രാവിലെ പൊങ്കാല അർപ്പണമൊക്കെ കഴിഞ്ഞ് സംതൃപ്തിയോടുകൂടി മടങ്ങിപ്പോകുന്ന ഭക്തലക്ഷങ്ങൾ. എന്താണ് കിഴക്കേക്കോട്ടയിൽ നിന്ന് കാണാൻ കഴിയുന്ന കാഴ്ചകൾ, സുജിത്ത്? ടി കെ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും ഒക്കെ മഹാസംഗമ ഭൂമിയായി അനന്തപുരി മാറിയിരിക്കുന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ടി കെ പറഞ്ഞതുപോലെ കിഴക്കേക്കോട്ടയിലാണ്. കിഴക്കേക്കോട്ടയിലാകെ ഇരുവശങ്ങളിലും, പാതയുടെ ഇരുവശങ്ങളിലും അതുപോലെ തന്നെ നടവഴികളിലും ഇടവഴികളിലും ഒക്കെ പൊങ്കാല കലങ്ങൾ ഇങ്ങനെ നിരന്നിരിക്കുന്നു. ആ ഒരു കാഴ്ചയാണ്, വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് വളരെ കണ്ണത്താ ദൂരത്തോളം ഇങ്ങനെ പൊങ്കാലക്കലങ്ങൾ നിരന്ന് നീണ്ട് നിൽക്കുന്ന ആ ഒരു കാഴ്ച, അത് ഒരു മനസ്സിന് നല്ല, അല്ലെങ്കിൽ കണ്ണിനും നല്ല സുഖകരമായ ഒരു കാഴ്ച തന്നെയാണ്. ഇവിടെ ആളുകൾക്ക് ഭക്ഷണമൊക്കെ തന്നെ ഈ സന്നദ്ധ സംഘടനകളൊക്കെ തന്നെ എത്തിച്ചു നൽകുകയാണ്. ഇവിടെ ഒരാൾ തന്നെ നിരവധി കലങ്ങളിൽ പൊങ്കാല അർപ്പിക്കുന്നു. അതായത് പല നാടുകളിൽ നിന്നൊക്കെ എത്തിയ ആളുകൾ ഒരു പൊങ്കാലക്കലത്തിൽ പൊങ്കാല അർപ്പിക്കുമ്പോൾ ഇവിടെ ചിലരൊക്കെ തന്നെ നിരവധി കലങ്ങളിൽ പൊങ്കാല അർപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് ഇപ്പോൾ കിഴക്കേക്കോട്ടയിലെ പാലത്തിന് തൊട്ടു താഴെയായി ഒരു അമ്മ ഒരു നേർച്ചയായി ഒരു 10 കലങ്ങളിൽ പൊങ്കാല നൽകുന്ന ഒരു കാഴ്ചയാണ്. ആ അമ്മ നമുക്കിപ്പോൾ ഉണ്ട്. അമ്മ എവിടുന്നാ വരുന്നത്? എന്താ പേര്? ഞങ്ങൾ മരുതൂര്, മണ്ണന്തല മരുതൂര് ജില്ലയിൽ തന്നെയാണ്. എന്താ പേരെന്താ? സന്ധ്യ. അമ്മ എന്താ ഈ 10 കലങ്ങളിൽ ഇങ്ങനെ പൊങ്കാല നൽകുന്നത്? അമ്മയും കൂടെ ഇടണം. അമ്മയും കൂടെ ഉണ്ട്. എന്താണ് ഇങ്ങനെ ഒരു നേർച്ചയാണോ? എന്താണ് നേർച്ചയാണ്? വഴിപാടായിട്ട് സമർപ്പിച്ചോളാം എന്നുള്ള ഒരു ആഗ്രഹ സാഫല്യത്തിന്റെ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നു? നേർച്ചയുടെ ഭാഗമാണ്. ടി കെ, ഈ പറഞ്ഞതുപോലെ തന്നെ ഈ അമ്മ ഓരോരുത്തരുടെ ഓരോ ആഗ്രഹങ്ങൾ, അവരോരോ മനസ്സിൽ അമ്മയോട് അല്ലെങ്കിൽ ആറ്റുകാൽ ദേവിയോട് ഒരു ആഗ്രഹം പറയും. ആ ആഗ്രഹം അവർ സാധിച്ചു കഴിയുമ്പോൾ അവർ പൊങ്കാല നൽകുന്നു. അത് ചിലർ ഒരു കലത്തിലാണെങ്കിൽ ചിലർ പറയും 10 പൊങ്കാലയൊക്കെ തന്നെ അമ്മയ്ക്ക്, അല്ലെങ്കിൽ ഇത്ര പൊങ്കാല അമ്മയ്ക്ക് സമർപ്പിച്ചു കൊള്ളാമെന്നൊക്കെ അവർ നേർച്ചയിടും. ആ നേർച്ചയുടെ സാധിച്ചു കഴിയുമ്പോൾ, അവരുടെ ആഗ്രഹം പൂർത്തിയാകുമ്പോൾ അവരത് ആ വഴിപാട് പോലെ അമ്മയ്ക്ക് ദേവിക്ക് മുന്നിൽ പൊങ്കാല അർപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തുന്നു. ഇങ്ങനെ വഴിപാടുകൾ, ഒപ്പം തന്നെ ഓരോ പായസം എന്നതിനേക്കാൾ ഒപ്പം തന്നെ പായസത്തിനൊപ്പം തന്നെ നിരവധി മറ്റു പ്രസാദങ്ങളും ഇവർ തയ്യാറാക്കുന്നുണ്ട്. നഗരവീഥികളിലെല്ലാം പൊങ്കാലക്കലങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. സുജിത് സുരേന്ദ്രൻ കിഴക്കേക്കോട്ടയിൽ നിന്നുള്ള വിവരങ്ങൾ, പ്രതികരണം, ദൃശ്യങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.